ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമപത്നീം ജനകാത്മജാം താം സീതാവിധാം വിശ്വവിമോഹനാംഗീം വാതാത്മജാസേവിതപാദപത്മാം നമാമി ലക്ഷ്മീം വരദാം സദാഹം. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. അത് അധ്യാത്മരാമായണേ അയോധ്യാകാന്ഡം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രി വശഗതനാകയാലാകും ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകൈ ചിത്തമെന്തീശ്വരാം. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. ശ്രീരാമാഭിഷേക വിഘ്നം. വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു. പിന്നെ വിരവോട് കൈകൈയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാൻ മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ധരതൻ വദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാങ്കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകൈതാനും അവളോട് ചൊല്ലിനാൾ. മന്ധരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടോന്നറിയാതെ. ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്ന് നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇത്തം അവൾ ചൊന്നത് കേട്ട് സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയപുത്രിയും ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിടീനാളാദരാൽ.
സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിൻ ഇല്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാൻ രാമനെ സ്നേഹമെനിക്കേറ്റം. രാമനും കൗസല്യാദേവിയേക്കാളേറെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനം അതിനില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിയുക നീ. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറയുകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. എന്നെ അത്രയും മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം നീ പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്ത് രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടവളാകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയകാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തോൽപുത്രനായ ഭരതനെയും ബലാൽ തോൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും. ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും രാജ്യാഭിഷേകംകൃതം. രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അത് കണ്ടു. നിർഭാഗ്യയായൊരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വം ഏതുമേ നാട്ടിൽ നിന്ന് അട്ടിക്കളഞ്ഞെങ്കിലും ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ട് നിനക്കെങ്കിൽ ഇക്കാലം തൊൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതനു വരും അതിപ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രാനർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നെ സൈന്യസമം തേരിലേറിയിനാൻ. നിന്നോടുകൂടവേ വിണ്ണിൽ അകമ്പുക്കു സന്നദ്ധനായി ചെന്ന അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ. പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു വൃത്തീന്ദ്രനും യുദ്ധനിവർത്തനായൊരു ദശാന്തരെ നിൻതൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു. ചെന്തളർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിഞ്ചരീതം നന്നു നിരൂപിച്ചാൽ. 2 വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു നീ ഭർത്തൃവാക്യം കേട്ട് നീയും. അന്നേരത്ത് ചിത്തമോ സമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ. ഞാനും മറന്നുകിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാല ഈശ്വരാജ്ഞയാം. ധീരതയോടിനി ക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടൊരു കാർകൂന്തലഴിച്ചിട്ട് ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിക ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു. കരഞ്ഞുകൊണ്ടർത്ഥിച്ചു കൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു. കൈകേയും പഥ്യമിതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ച് ചിത്തമോഹേന കോപാലയെ മേവിനാൾ. കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവൻ, അല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം.
ഭൂപരിത്രാണാർത്ഥം ഇന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ ഔവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശികവാക്യസ്ഥിതനായി സുശീലനായ ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം, എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രോഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രവൃത്തികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരാമകമ്പുക്കരുളിയിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തധാരിങ്കൽ നിരൂപിച്ചേദീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ. സുന്ദരിയാമവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതോന്മേഷമൻ മാനസേം. ചൊല്ലുവിൻ ദാസികളെ ഭവത്സാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചത് അതിന്മൂലം ഏതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവാം. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നത് കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദം മന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിനു വല്ലഭേ നാഥേ. വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോ എന്നോട് ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ. നാരികളോ നരന്മാരോ ഭവതിയോട് ആരൊരു വിപ്രിയം ചെയ്തതോ വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വദ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ, വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നത് ഇപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാൻ ശ്രീരാമനാണേ ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞത് കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു. മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാം. എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്ത് രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ച് 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വീണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കൽ. അത് 2ഉം ഇച്ഛയുണ്ട് ഇന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേത് രാമൻ വനവാസത്തിന് ഇന്ന് തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെ ആക്കണം. രാമനുഷസി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം എന്ന് കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ. വജ്രമേറ്റ അദ്രിപതിച്ച പോലെ ഭുവി സജ്വര തേജസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തുവോ വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ. ചിത്തപ്രമമ്പലാൽ ഉണ്ടാകയോ മമ മൃത്യുസമയം ഉപസ്ഥിതമാകയോ.
കിങ്കിമേതൽകൃതം ശങ്കര ദൈവമേ പങ്കജലോചനാകാവരബ്രഹ്മമേ വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവമുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ, നീ എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ? മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തോ കാരണം? എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ, കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലില്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുടെ പുത്രന് രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാലേതും ഭയം നിനക്കുണ്ടാകാ ഭൂമിപതിയായി. ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ച് കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ, ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ. ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ. പങ്കജനേത്രനാം രാമനുഷസ്സിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുൻപിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാമിഥ്യയാക്കിയിടല. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സര തുല്യമായി. ചെന്നൊരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദങ്ങൾ സംഗീതഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാൻ. അന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രം അവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലകരും ഭൂമിസ്പൃശോ വ്യസലാദിജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്നവൻ കൊറ്റക്കുടതള ചാമരം താലവൃന്ദം കൊടി തോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജി രഥങ്ങൾ പതാതിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. സ്ത്രീ ബാലവൃദ്ധാവതിപുരവാസികൾ ആബദ്ധ കൗതൂഹലാപ്തി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതീ രമ്യമകരായുധമണികുണ്ഡല സംമുക്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛതലോചന ഭംഗിയും പുണ്ടരീകാരാദി മണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദരമന്ദസ്മിതാഭയും കുന്തമുകൂള സമാനദന്തങ്ങളും ബന്ധുകസൂന സമാനാധരാഭയും കന്ധരരാജിതസ്തുപരത്നവും ബന്ധുരാപന്തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിഭവീതാംബരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി നിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും ധനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കണ്ടു കുമ്പിട്ട് കൂപ്പിടും ഒരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജബാണ നിഷങ്കാഭജങ്കയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നൊരു പ്രവടി ശോഭയും അംഭോജതുല്യമാമഘ്രിതലങ്ങളും ജംഭാരിരത്നം തൊഴും തിരുമേനിയും
ഹാരകടകവലയാങ്കുലിയാതി ചാരുതരാഭരണാവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ നിറഞ്ഞൊരു ഗൗരാതപത്രം ധരിച്ചരികെ നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടു ലക്ഷ്മി നിവാസന രാമചന്ദ്രൻ മുതാ കാണായി വരുന്നു. നമുക്ക് നീ എന്നിതം മാനസതാരൽ കൊതിച്ച നമുക്കെല്ലാം ശോണീപതി സുധനാകിയ രാമനെ കാണായി വരും. പ്രഭാതേബത നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീർത്ത വിഷാദമോട ഔത്സുഖ്യവും ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർപുരവാസികളാദരാൽ. വിച്ഛിന്നാഭിഷേകം. അന്നേരം ആദിത്യനു മുതിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പ് ഉണർന്നിരുന്നും എന്തൊരു മൂലം അതിനെന്നു മനസ്സെ ചിന്തിച്ച് ചിന്തിച്ച് മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരുമ അന്തഃപുരമകം പുക്കാൻ അതിദ്രുതം. രാജീവമിത്രഗോത്രോത്ഭുത ഭൂപതി രാജരാജേന്ദ്രപ്രവര ജയ ജയ ഇത്തൻ നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു വൃത്തിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകെന്നോട് കേട്ടു കൈകേയിയും ചൊല്ലിനാൾ ആശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രന് നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നത് കേട്ട് സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമക അനാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങിനെ എന്നത് കേട്ട് ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരന നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നത് കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമ വിവശനം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപൻ ആശുസമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അതു കണ്ട് അനന്തരം ആരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരൻ ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണം എന്തൊന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നത് നേരം പറഞ്ഞിതു കൈകേയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖം മൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിലെളുതിനി താതനോ ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്ക് കിഞ്ചിത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതോ ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു വരം മമദത്തമായിട്ടുണ്ട് പണ്ടു നിന്ദാതനാൽ. സന്തുഷ്ടചേതസ നിന്നാലെ സാധ്യമായുള്ളൊന്നതു രണ്ടും ഇന്ന് തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതനറിയുക നീ. സത്യഭാഷേന സമ്പദ്ധനാം താതനെ സത്വരൻ രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിയുക നീ. മാതൃവചനശൂലാഭിഹതനായ
മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യതിതനായി ചൊല്ലിനാൻ, ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ട്, ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പാൻ അതിനില്ല സംശയം. മാനസേ ഖേദം അതിനില്ലെനിക്കേതും, രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിക നീ. പാവകൻ തങ്കൽ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റിവനില്ലെന്ന് അറിക നീ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ, പിത്രാ നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ എന്നറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ. പിത്രോർമ മലമെന്ന് ചൊല്ലുന്നു സജ്ജനം, ഇത്തമെല്ലാം പരിജ്ഞാനം മയാധുനാം. ആകയാൽ താതനിയോഗം അനുഷ്ഠിപ്പാൻ അനാകുലമേതും എനിക്കില്ല നിർണയം. താതനിയോഗം അനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടൊരു കൈകേയിൻ രാമനോട് ആശു ചൊല്ലിയിടിനാൾ, ആദരാൽ താതൻ നിനക്ക് അഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം വരതിന് ചെയ്യണം. രണ്ടാം വരം പിന്നെ ഒന്നുണ്ട് വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവനിന്നു ദുഃഖമാകുന്നതും എന്നത് കേട്ട് ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതിനെന്തൊരു വൈഷമ്യമായത് ചെയ്യുക. അഭിഷേകം വരതിന് ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോട് ചൊല്ലാത്തതു പിതാവ് അത് ചിന്തിച്ചു ദുഃഖിപ്പതിനെന്ത് കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതി അവൻ രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹം എന്നെക്കുറിച്ച് ഏറും അമ്മയ്ക്കും മദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പുരുവും തൃപ്തനാക്കിയിടിനാൻ. താതനോ തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചും അൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, സ്ത്രീജിതനായ അതികാമുകനായൊരു രാജാതമനാകുമെന്നെയും വൈകാതെ. പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ, ദോഷം നിനക്കതിനേതും അകപ്പെടാ. അല്ലായിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുധേ രാഘവാം. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ, ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമാഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദനാം. എന്നിത്തരം പല ജാതി പറയുകയും കണ്ണുനീരാലോല വാർത്തു കരയുകയും നന്നായി മുറുകെ തഴുകയും പിന്നെ ചൂടെ ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചുരെ കൂത്തമൻ. ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ. എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായികയുമില്ലിതു. രണ്ടിനും സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിൽ ഈ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവ് എനിക്ക് വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേൻ എന്നരുൾ ചെയ്തു. ദേവനും മാതൃകേഹം ബുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മതം ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ട് ചെയ്യിച്ചു. വീത്തം അതീവ
വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പാദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്ന് കൗസല്യയോട് അന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ, രാമൻ ഉപഗതനായതു കണ്ടില്ലേ ഭൂമി ബാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരതള ശ്യാമ കളേബരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ, എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ, വന്നിരുന്നിടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം. മുൽപ്പാടുകേകയപുത്രിയാം അമ്മയ്ക്ക് മൽപ്പിത 2 വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവൻ തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ, ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേറിട്ട് പോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ, നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധി, മതം എന്തോ പിഴച്ചതോ. കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരബലാൽ. താതനും ഞാനുമൊക്കെയും ഗുരുത്വം കൊണ്ട് വേദം നിനക്കു ചെറ്റില്ലെന്ന് നിർണയം പോകണമെന്ന് താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാച ഗമിക്കുന്നതാകിലോ, ഞാനുവൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും ഇന്നേ മുടിഞ്ഞുപോവും. തത്ര കൗസല്യവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെന്തിനു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരന്ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും അതിന് ശോകിപ്പതിന് അന്തർമുദ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യം എനിക്കതിനുണ്ടെന്ന് നിർണയം. കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷ ദഗ്ധമാമാറ് സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിര മന്ദിരവത്സനാനന്ദ സ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിര വത്സലൻ ആനന്ദസ്വരൂപൻ ഇന്ദിരാ വിഗ്രഹൻ. ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യാംഗ്രിയുഗ്മ അരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനന ഇന്ദുചൂടപ്രിയൻ വൃന്ദാരോ വൃന്ദമന്ദാരദാരുപമൻ. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്ന് നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിര വത്സലൻ ആനന്ദസ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ. ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യാംഗ്രി യുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വൃന്ദാരു വൃന്ദം മന്ദാരദാരൂപമൻ. പൂർവൻ രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം
സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാൽ രാവണ കുംഭകർണഹനനം ഏതതീ രാമായണം കായേന വാചാ മനസേന്ദ്രിയ വാ ബുദ്ധ്യാത്മന വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീനാരായണായേതി സമർപ്പയാമി.